ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിനം തന്നെ മോഹൻലാൽ തന്നെ ആശ്ചര്യപ്പെടുത്തിയ നിമിഷങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വാചാലനാകുകയായിരുന്നു തരുൺ മൂർത്തി എന്ന സംവിധായകൻ. തരുൺ മൂർത്തിയുടെ ഏറ്റവും പുതിയ ചിത്രം ഇന്ന് ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു. മോഹൻലാൽ നായകനായി ശോഭന നായികയായി എത്തുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ അന്നത്തെ ഷൂട്ടിംഗിൽ നിന്നുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തരുൺ മൂർത്തിയും എത്തിയിരുന്നു. മോഹൻലാൽ എങ്ങനെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ അവതരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ അറിയാവുന്ന പലരുടെയും വാക്കുകൾ നമുക്കറിയാം. അത് തന്നെയാണല്ലോ തരുൺ മൂർത്തിയും കേട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അതറിയാവുന്ന തരുൺ മൂർത്തി ഷോട്ട് കഴിഞ്ഞിട്ട് പോലും ക്യാമറ കട്ട് പറഞ്ഞില്ല. കാരണം അതിനുശേഷവും മോഹൻലാൽ ഇടുന്ന ചില അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. അത് തരുൺ മൂർത്തിക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തരുൺ മൂർത്തി ആദ്യ ദിനം തന്നെ സന്തോഷിച്ച നിമിഷങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു. കൂടാതെ മോഹൻലാൽ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ ഷൺമുഖനായി എത്തുന്നു. ഇതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ് എന്ന് പറയുമ്പോൾ ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്നത് കാണാൻ ഇൻഡസ്ട്രി വരെ കാത്തിരിക്കുന്നു എന്ന് പല പ്രമുഖരും തന്നോട് പറഞ്ഞു എന്നതും തരുൺ മൂർത്തി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റി ചിന്തിക്കാൻ ഒരു വഴിയുമില്ലെന്നും അത് അവർ വന്നപ്പോൾ തന്നെ മനസ്സിലായെന്നും തരുൺ മൂർത്തി വളരെ സന്തോഷത്തോടെ പറയുന്ന വാക്കുകൾ ഇതിനോടകം ആരാധകർ ഏറ്റെടുക്കുകയുണ്ടായി. തന്റെ 2 സിനിമകളിലൂടെ മലയാളികൾക്കിടയിൽ ആരാധകരെ സൃഷ്ടിച്ച സംവിധായകനാണ് തരുൺ മൂർത്തി. ലുക്മാൻ, അവറാൻ, ബാലു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായിരുന്നു ഓപ്പറേഷൻ ജാവ. സിനിമ വലിയ ശ്രദ്ധ നേടിയിരുന്നു. 2022 പുറത്തിറങ്ങിയ തരുണിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു സൗദി വെള്ളക്ക. ഓപ്പറേഷൻ ജാവയിൽ നിന്നും വ്യത്യസ്തമായ സിനിമയായിരുന്നു ഇത്. വലിയ നിരൂപക പ്രശംസകളും അവാർഡുകളും നേടാൻ സൗദി വെള്ളക്കയ്ക്ക് സാധിച്ചിരുന്നു. തരുൺ മൂർത്തിയുടെ സൗദി വെള്ളക്കയ്ക്ക് ശേഷം വരുന്ന സിനിമയ്ക്കുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ. അപ്പോഴാണ് മലയാളികളുടെ സ്വന്തം മോഹൻലാലിനെ നായകനാക്കിയുള്ള തന്റെ അടുത്ത ചിത്രത്തെക്കുറിച്ച് തരുൺ പറഞ്ഞതും. മോഹൻലാലിന്റെ 360-ാം ചിത്രമാണിത്. ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്ന് ആരംഭിക്കുകയും ചെയ്തു. ഈ സിനിമ നടക്കുമോ എന്നത് സംശയമായിരുന്നുവെന്നും എന്നാൽ പെട്ടെന്ന് എല്ലാം ഓക്കെ ആയെന്നും തരുൺ മൂർത്തി പറയുകയുണ്ടായി. പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു ഡ്രൈവർ കഥാപാത്രമാണ് മോഹൻലാലിന്റേതെന്നും തരുൺ പറയുന്നുണ്ട്. പ്രോജക്റ്റ് നടക്കുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കിത് ചെയ്യാം തരുണേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കോൾ വന്നത്. പിന്നെ അത് ഏറ്റെടുത്ത് വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കുക എന്നതല്ലേ കാര്യം, അതിന് തയ്യാറാവുക എന്നതല്ലേ കാര്യം. അതിന് ഞങ്ങൾക്ക് സമയം കിട്ടി. പിന്നീട് അഹോരാത്രം ഞാനും എൻ്റെ പ്രൊഡക്ഷനിലെ പിള്ളേരും ഓടി നടന്ന് പണിയെടുത്തു. ഇപ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ആക്ഷൻ പറയാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു ഡ്രൈവർ കഥാപാത്രമാണ് മോഹൻലാലിൻ്റേത്. തരുൺ മൂർത്തി പറയുന്നത് ഇങ്ങനെ. മോഹൻലാൽ തന്നെ വിളിച്ചു പറഞ്ഞതോടെയാണ് എല്ലാ കൺഫ്യൂഷനും മാറി പടം ഓണായത്. ഇതിനെക്കുറിച്ച് തരുൺ മൂർത്തി പറയുന്ന വാക്കുകളും സിനിമയിലെ ആദ്യ ഷോട്ട് മോഹൻലാലിനെ വെച്ച് എടുത്തതിന്റെ സന്തോഷവും അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ ആരാധകർ വലിയ ആകാംക്ഷയോടെയാണ് ഇതൊക്കെ കേട്ടത്. തികച്ചും ലളിതമായ ചടങ്ങിൽ സംവിധായകൻ തരുൺ മൂർത്തിയുടെ പിതാവ് മധു മൂർത്തി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ചിത്രീകരണത്തിന് തുടക്കമിട്ടത്. അവന്തിക രഞ്ജിത്ത് ഫസ്റ്റ് ക്ലാപ്പ് നൽകി. സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിക്കുന്നത്. ഷൺമുഖം എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഡ്രൈവറാണ് ഷൺമുഖം. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയുമായ രംഗങ്ങളിലൂടെയും ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നുവെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബിനു പപ്പു, ഫറാൻ ഫാസിൽ, മണിയൻപിള്ള രാജു എന്നിവരും നിരവധി പുതുമുഖങ്ങളെയും ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. കഥ KR സുനിൽ, തിരക്കഥ തരുൺ മൂർത്തിയും KR സുനിലും നിർവഹിച്ചു. സംഗീതം ജേക്സ് ബിജോയ്, ഛായാഗ്രഹണം ഷാജികുമാർ, പ്രൊഡക്ഷൻ ഡിസൈനർ ഗോകുൽദാസ്, മേക്കപ്പ് പട്ടണം റഷീദ്, കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷ്, കോ ഡയറക്ടർ ബിനു പപ്പു. രജപുത്ര റിലീസ് ഈ ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നു.